Hi everyone, welcome back to my YouTube channel. എൻ്റെ പ്രീവിയസ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്തതൊരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഐ എം സ്റ്റിക്കിംഗ് ടു മൈ വേർഡ്. ദിസ് ഈസ് എ ട്രാവൽ വ്ളോഗ് ആൻഡ് വി ആർ ഗോയിങ് ദിസ് ടൈം ടു ഗോവ. ആൻഡ് ഗോവ എന്ന് പറഞ്ഞാലും മോർ ദാൻ ദി പ്ലേസ്, ഇറ്റ് ഈസ് people that are with me that's making this trip more special, because this is a girls trip that got out of the group chat. ആൻഡ് നമ്മൾ പോയത് ജൂണിലാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഓഫ് സീസൺ. ഓൾസോ ലൈക്ക് ഇറ്റ്സ് ബിഗിനിങ് ഓഫ് മൺസൂൺ, അതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നു വെച്ചാൽ ഇറ്റ് വാസ് ചീപ്പ് കമ്പയർഡ് ടു ദ ബിസി സീസൺ. ബട്ട് സ്റ്റിൽ മോർ ദാൻ എത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനേയും കാട്ടി കൂടുതലും വി ജസ്റ്റ് വാണ്ടഡ് ടു സ്പെൻഡ് സം ടൈം ടുഗെദർ ആൻഡ് എൻജോയ് ദ ടൈം വൈൽ വി ആർ ദെയർ. ആൻഡ് ഐ തിങ്ക് വി മേഡ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ 3 days. ഈ ഫുൾ 3 days ഒരൊറ്റ വീഡിയോ ആയിട്ട് എനിക്ക് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഐ എം ബ്രേക്കിംഗ് ദ ഹോൾ ട്രിപ്പ് ഇൻ ടു 3 days or 3 videos. അപ്പോൾ നിങ്ങൾ കാണണം. ആൻഡ് ദെൻ ഡു ലെറ്റ് മീ നോ ഇഫ് യു വോണ്ട് ടു നോ എനിത്തിങ് അബൌട്ട് എ ബഡ്ജറ്റ് ട്രിപ്പ് ടു ഗോവ. ഐ വുഡ് ട്രൈ മൈ ബെസ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹൗ മച്ച് എവർ ഐ നോ. സോ വിതൗട്ട് ഫർദർ ado, let's move on to the video. सुनता नहीं मैं ज़्यादा बोले जो जहां मेरे दिल में बड़ी है शांति. मेरा बस चले तो रोज संडे हो यहाँ पर, जनता नहीं ये मानती. बुरी नजर वाले तेरा भी हो भला रे, तू मेरे साथ गा ले जरा. मैं जिंदगी की विंडो सीट पे चला हूँ दिल की मस्त बीट पे, ये धड़कने हैं रिपीट पे. So this is me on my way to the airport. എന്നെ അച്ഛൻ അമ്മയാണ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. വി വർ ഓൺ അവർ വേ ഫ്രം പാലക്കാട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ സീനറി കാണാം. നമുക്കൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണുള്ളത്. വി നീഡ് ടു ഗെറ്റ് ഡൗൺ അറ്റ് ബാംഗ്ലൂർ ഫസ്റ്റ്. അതുകൊണ്ട് ഞാൻ 2 ബോർഡിംഗ് പാസ് കളക്ട് ചെയ്ത് അമ്മയും ശ്രദ്ധയും എന്നെ കൊച്ചി എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഐ ഹാഡ് മൈ ലേറ്റ് ലഞ്ച്. ഞാനിപ്പോൾ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ വെയിറ്റ് ചെയ്യാണ്. അമറും ബോൾട്ടും ഇതുവരെ എത്തിയിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഈ പോസ്റ്റ് കൊടുക്കൽ പണി ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവർ വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യും. തല്ലാൻ പോണവരുണ്ട്. For those who don't know, Shraddha and Amrita are my best friends from my group of best friends from college back in 2015. and അതിലെ 2 പേരാണ് ഇവർ. ഇത് പറയാണ്, എനിക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ പേടിയാണ്. കണ്ടാ പറയൂല, യാതൊരു സീനുമില്ല. അങ്ങനെ ലൗഞ്ച് കയറി ഫുഡൊക്കെ കഴിച്ച്, ഞാൻ കഴിച്ചില്ല, ഞാൻ നേരത്തെ കഴിച്ചില്ല, ഇവർ 2 പേരും കഴിച്ചു. അതിനുശേഷം ഗേറ്റ് ഓപ്പണായി നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധയ്ക്ക് ഫ്ലൈറ്റിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും പേടിയായതുകൊണ്ട് കുട്ടി കാര്യമായി ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഓൺലി 1.5 hour ട്രാവൽ ഫ്രം കൊച്ചി, വിച്ച് ഇസ് ഡീസൻറ്റ്. 2 രൂപക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാം, വെറും 2 രൂപ. ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഒരു 1 hour ഡിലേ കിട്ടിയിട്ട് ഞങ്ങളിതാ ഇപ്പോഴാണ് ഗോവയ്ക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത്. ആൻഡ് ഇറ്റ്സ് 9, I think around 9:07. Time is 9:07. We were supposed to reach Goa at 10. പക്ഷെ മിക്കവാറും ഇനിയിപ്പോൾ ഒരു 10:30, 10:45 ആവും. ഇതിങ്ങനെ തന്നെ ഉണ്ടായാൽ മതി. ഇത് പോകുമ്പോൾ തുടങ്ങി. എനിക്ക് ആ കറക്റ്റ് അത് കിട്ടണം. എനിക്ക് അവിടെ എത്തണം, അത്രയും നേരം
എവിടെ മുകളിലെത്തണവരെ ഇങ്ങനെ മറ്റേ റൈഡ്സ് ഒക്കെ പേടിയാ ഫുള്ളി. അപ്പൊ അതിനും ഇങ്ങനെ തന്നെയല്ലേ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോൾട്ടിൻ്റെ ശല്യം സഹിക്കാൻ കഴിഞ്ഞിട്ട് അമ്രു സീറ്റ് മാറിയിരുന്നു. അല്ല, സത്യം പറഞ്ഞാൽ വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടി മാറിയിരുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് നല്ല അടിപൊളി ഡിലേ കിട്ടി ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന്. കാരണം മഴ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ഒന്നും എടുത്തില്ല. അറൗണ്ട് 1-2 hours മറ്റോ പോസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 10:30 ഗോവയുടെ മണ്ണിൽ ഞങ്ങൾ കാലുകൾ കുത്തി അമ്രുവിന് കോൾഡ് പിടിച്ചാടാ. ഞങ്ങൾ ഗോവയിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പിന്നെ രാത്രി ആയതുകൊണ്ടും നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സിയാണ് എടുത്തത്. ടു ബീച്ച് സൈഡ് ഹോസ്റ്റൽ ഇൻ അഞ്ജുന. ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. ആൻഡ് വി ആർ സ്റ്റേയിങ് ഹിയർ ഫോർ 2 nights. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേക്ക് എത്തി, വിച്ച് ഇസ് എ ഹോസ്റ്റൽ. സീംസ് ഗുഡ്. വെരി വെരി ഹാപ്പനിങ് പ്ലേസ് പോലെ തോന്നുന്നുണ്ട്. വെരി ഹാപ്പി. അല്ല, ഓൾറെഡി ഇറ്റ്സ് ലൈക്ക് വൈബ് ഉണ്ട്. ആക്ച്വലി എനിക്ക് കയറി വന്നപ്പോൾ ഒരു റോഡ് കണ്ടപ്പോൾ എനിക്കും ഒരു എനിക്കതിന് നാളെ ഡേ ടൈമിൽ ലൈറ്റ് കയറുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നുണ്ട്. പിന്നെ ആസ് ഓഫ് നൗ ഈ റൂമിൽ ഞങ്ങൾ 3 പേരും പിന്നെ വേറൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ. ഗോവയിൽ മുമ്പ് ട്രാവൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറിയുണ്ടാവും, ദർ ആർ സോ മെനി ഗുഡ് ഹോസ്റ്റൽസ് അവൈലബിൾ ഇൻ ഗോവ. അതും ഗേൾസിന് മാത്രം സെപ്പറേറ്റ് ഡോർമെറ്ററീസ് ആയിട്ടുള്ളത് കിട്ടും. പിന്നെ നമ്മൾ ഫുൾ ടൈം പുറത്താണ്, രാത്രി മാത്രം നമ്മൾ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. ചിലപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ വന്നിട്ട് നാളെ നല്ല ഭംഗിയിൽ വീഡിയോ എടുത്ത് ഇടാം. ഗുഡ് നൈറ്റ്. ഞങ്ങളപ്പോൾ അധികം സമയമൊന്നും കളയാണ്ട് വേഗം കുളിച്ച് കിടന്നുറങ്ങി. ഇന്നലെ രാത്രി ഈ ഹോസ്റ്റൽ മര്യാദയ്ക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം രാത്രിയായിരുന്നു. ഇറ്റ്സ് എ പ്രിറ്റി സ്മോൾ ഡീസൻറ്റ് ഹോസ്റ്റൽ, നോർമൽ ഹോസ്റ്റൽ. മഴക്കാലം ആയതുകൊണ്ടുള്ള ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോസ്റ്റലിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അഞ്ജുന, ആൻഡ് അഞ്ജുന ഈസ് ദി ഡെസ്റ്റിനേഷൻ ഇൻ നോർത്ത് ഗോവ ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി വെരി നിയർ ടു മേജർ അട്രാക്ഷൻസ്. ഞങ്ങൾക്ക് ഇവിടെ പെർ നൈറ്റ് പെർ ബെഡ് 375 rupees ആയിട്ടുള്ളൂ, വിച്ച് ടോട്ടൽ ടു 4500 അപ്രോക്സിമേറ്റ് ഫോർ 2 nights. പിന്നെ ഈ ഹോസ്റ്റലിന് അടുത്തുള്ള വേറൊരു മേജർ അട്രാക്ഷനാണ് കേളീസ് അഞ്ജുന. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ടി പ്ലേസ് ഇൻ നോർത്ത് ഗോവ. രാവിലെ ഒറ്റ പട്ടിക്കുഞ്ഞില്ല, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ. പക്ഷേ വൈകുന്നേരം ഐ തിങ്ക് അറൗണ്ട് ആഫ്റ്റർനൂൺ ദേ ഓപ്പൺ അപ്പ്. അതിനുശേഷം ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആണ്. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് എന്താ സംഭവം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തിരിച്ച് റൂമിൽ പോയി. അത് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോവാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞങ്ങൾ 2 സ്കൂട്ടേഴ്സ് റെൻറ്റിന് എടുത്തിരുന്നു. കാറും വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം, പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ, മഴക്കാലമാണ്. പിന്നെ ഇങ്ങനെ സ്കൂട്ടറൊക്കെ ഓടിച്ച് നടക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ 2 സ്കൂട്ടറാണ് എടുത്തത്. ആൻഡ് ഒബ്വിയസ്ലി യു നീഡ് ടു ഹാവ് ഡ്രൈവിംഗ് ലൈസൻസ്. പിന്നെ ബീച്ച് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്കൂട്ടേഴ്സ് അറേഞ്ച് ചെയ്ത് തന്നു. ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത്യാവശ്യം കത്തിയാണ്. പക്ഷേ നല്ല ഒരു വൈബുണ്ട്, വെരി ലൈവ്ലി ആണ്. മ്യൂസിക് വാസ് റിയലി ഗുഡ്. പിന്നെ ദർ വാസ് സോ മെനി പീപ്പിൾ കമ്മിങ് ഇൻ ആൻഡ് ഔട്ട്. ഫുഡ് വാസ് ഓൾസോ എക്സ്ട്രീംലി ഡെലിഷ്യസ്. എന്ത് പറ്റി ബോൾട്ടു?
മഴക്കാലമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടായില്ല, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങളിതിന് ശേഷം കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങി തിരിച്ചു. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഹായ് അമ്രു, യു ലുക്ക് സോ പ്രിറ്റി. സൗണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഡിയാസ്. റെക്കമെൻഡഡ് ബൈ ശ്രദ്ധ. ഓ, പവേർഡ് ബൈ ഐശ്വര്യ. എന്താന്ന് അറിഞ്ഞൂടാ, പൂൾ ക്ലബ് കം ബാർ എന്നൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ നമ്മുടെ DS നല്ല അസലായിട്ട് പാളി. വേറൊന്നും കൊണ്ടല്ല, ഒരു പൂൾ ബേസ്ഡ് കഫേയാണ്. നല്ല ഇമ്മാക്കുലേറ്റ് വൈബ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോയത്. അവിടെ പൂൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് അണ്ടർ മെയിൻ്റനൻസ്, ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പൂളിൽ ഇറങ്ങാൻ പറ്റത്തിന് വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം വി ഹാഡ് പാക്ഡ് അവർ ബിക്കിനീസ് ആൻഡ് സ്വിം വെയർസ്. അതൊന്നും പോരാഞ്ഞിട്ട് ഈ പോണ വഴികളിൽ എല്ലാ കടയിലും ഇറങ്ങിയിട്ട് കുറച്ചധികം വേറെ സ്വിം വെയർസും തപ്പിയെടുത്തിരുന്നു. അപ്പോൾ എന്തു വന്നാലും നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ ഒരു ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. പറഞ്ഞു ഐശ്വേഴ്സ് ഫോളോ ചെയ്യുന്നവർ ജിപ്സി സ്റ്റോറീസിനെ ഫോളോ ചെയ്യുന്നവർ. ഞാൻ വിചാരിച്ച എന്തോ കാര്യമായിട്ട് പറയാം. ഓക്കെ, സീരിയസ് ആയിട്ട് പറ, എന്നെ പറ്റി പ്ലീസ് ഫോളോ ഐഷൂവേഴ്സ്. നിങ്ങൾക്ക് നല്ല അടിപൊളി സെക്സി വീഡിയോസ് കിട്ടും. പറയാം. ഞങ്ങളങ്ങനെ അവിടെ സൂര്യൻ അസ്തമിക്കുന്നവരെ ഇരുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ച് വരുന്നവരെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ മെല്ലെ ഹോസ്റ്റലിലേക്ക് നടന്നു. ആക്ച്വലി സ്പീക്കിംഗ് ചില സമയത്ത് തോന്നും ഇവിടെ നിന്ന് പുറത്ത് പോകേണ്ട. അത് കാരണം ഇതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല വൈബുണ്ട്. യു ക്യാൻ മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ നമ്മളിവിടെ ആ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. സോ വി ഡിസൈഡഡ് ടു ഗോ ടു സിങ്ക് നൈറ്റ് ക്ലബ്. നോർത്ത് ഗോവയിൽ കുറേ പാർട്ടീസ് ആർ ഹാപ്പനിങ് ഓൺ എ ഡെയിലി ബേസിസ്. എസ്പെഷ്യലി ടെക്നോ, ഇലക്ട്രോണിക്, പോപ്പ് ഇങ്ങനത്തെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന കുറേ ക്ലബ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ 3 പേർക്ക് ഇഷ്ടമുള്ളതാണ് ബോളിവുഡ് നൈറ്റ്സ്. വേറെ ഒന്നും കൊണ്ടല്ല, വി ആർ ദേസി ഗേൾസ് ഹു ലൈക്സ് ടു ലിപ് സിങ് ടു ബോളിവുഡ് സോങ്സ്. ഒന്നും പറയാനില്ല. നോ കമന്റ്സ്.
ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ പബ്ബിൽ പോയി ഞങ്ങൾക്ക് ഉണ്ടായത്. എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബിക്കോസ് അങ്ങനെ ഉണ്ടായാലേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ. എവിടേക്കോ കുത്തി പറയുന്നത് പോലെ ഞാൻ വളരെ ഫ്രീ ആയിരുന്നു. ഞാൻ വളരെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. ഒരാൾക്ക് ഒരു ക്രോർപതി, മറ്റേ ആൾക്കൊരു മിസോറാംകാരൻ. ഞാനും DJയും തമ്മിൽ ഐ കോണ്ടാക്ടിൽ പാട്ടുകൾ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പറ്റി ഇല്ലുമിനാറ്റി സിമ്പിൾ ഞാനൊരു ചേച്ചിയുടെ പോലീസ് അവസാന സെക്യൂരിറ്റി അവരൊന്നില്ല എന്നിട്ട് പുള്ളിക്കാരനാണ് ആക്ച്വലി അടുത്ത് വന്ന് പറഞ്ഞു. അല്ല, പുള്ളി പറഞ്ഞു ലിസ്റ്റിൽ ആ പാട്ടില്ല ഹേ. അല്ല, മലയാളം പാട്ട് ഇടില്ല എന്ന് പറഞ്ഞു. ബോളിവുഡ് ആണ്. ലിസ്റ്റിൽ ആ പാട്ടിലില്ല ഹേ എന്ന് പറഞ്ഞത്. ഹിന്ദിയില് അത് വിശ്വസിച്ചോ? അങ്ങനെ ഞങ്ങളുടെ ഡേ 1 കഴിഞ്ഞു. ഇനി 2 days ഉണ്ട്. I mean not നാളെ, today actually, because it's so everyone should visit Sync night club, especially during Bollywood nights. Yes, actually ഭയങ്കര fun ആയിരുന്നു. You can see so many nice guys, പക്ഷേ you should maintain the distance. Yeah, exactly. നമ്മളൊരു രീതിക്ക് നിന്നാൽ we can enjoy. Yes. ഞങ്ങൾക്ക് ശല്യം ഐശ്വര്യായിരുന്നു. സത്യം പറഞ്ഞാൽ ഐശ്വര്യ അകറ്റി നിർത്തിയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വിൽ ബി ഡേറ്റ്. So stay tuned for the next video. Until then, see you.